പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, മനുഷ്യനിൽ നന്മ ഉണ്ടാകുമ്പോഴാണ് മനുഷ്യൻ നല്ല മനുഷ്യനാകുന്നത്. ജെറമിയ 4:14 കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടത കഴുകിക്കളയുക, എന്നാൽ നീ രക്ഷപ്പെടും. നമ്മുടെ ഹൃദയങ്ങൾ കാണുന്ന കർത്താവ് നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ നമ്മെ ബോധ്യപ്പെടുത്തി തരികയാണ്. നമ്മുടെ ഹൃദയത്തിൽ ദുഷ്ചിന്തകളും അതുപോലെ പാപമാലിന്യങ്ങളും നിറഞ്ഞതാണ്. ആ ദുഷ്ടതയെ നാം കഴുകിക്കളയുമ്പോഴാണ് മനുഷ്യൻ്റെ ആത്മാക്കളെ രക്ഷിക്കുവാനായിട്ട് കഴിയുന്നത്. നാം പലപ്പോഴും ചിന്തിക്കുന്നത്, നമുക്ക് ധനം ഉള്ളപ്പോൾ, വിദ്യാഭ്യാസം ഉള്ളപ്പോൾ, നല്ല ജോലിയും സ്ഥാനമാനങ്ങളും ഉള്ളപ്പോൾ നാം നല്ല മനുഷ്യരാണ് എന്നാണ്. എന്നാൽ ഇവയൊന്നുമല്ല നല്ല മനുഷ്യൻ ആക്കുന്ന ഘടകം. മനുഷ്യനിൽ നന്മയുണ്ടാകുമ്പോഴാണ് മനുഷ്യൻ നല്ല മനുഷ്യനായി മാറുന്നത്. അതിനായി നാം എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ഹൃദയത്തിലെ ദുഷ്ടതകളെ നാം അകറ്റി നിർത്തണം. എങ്ങനെ നമുക്ക് ദുഷ്ടതകളെ മാറ്റിയെടുക്കാൻ കഴിയും? ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ഹൃദയത്തിൽ വചനം സൂക്ഷിക്കുമ്പോഴാണ് നമുക്ക് തിന്മയിൽ നിന്ന്, പാപത്തിൽ നിന്ന് അകന്ന് ജീവിക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ എപ്രകാരം നാം ഈ ഭൂമിയിൽ ജീവിക്കണമെന്ന് തിരുവചനങ്ങളിലൂടെ യേശുനാഥൻ വ്യക്തമാക്കി തരുന്നുണ്ട്. നന്മകൾ ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മറ്റു മനുഷ്യരിൽ ദൈവത്തെ ദർശിച്ചുകൊണ്ട് അവർക്ക് വേണ്ട നന്മകൾ ചെയ്തുകൊണ്ട് നമ്മുടെ സ്വാർത്ഥത ഉപേക്ഷിച്ചുകൊണ്ട് വിശാല മനസ്സോടെ എല്ലാവരെയും അംഗീകരിക്കുകയും സമാധാനത്തിൽ വർത്തിക്കുകയും ചെയ്തുകൊണ്ട് നന്മകൾ ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ നാം നല്ല മനുഷ്യരായി മാറുന്നത്. സങ്കീർത്തകൻ പറയുന്നുണ്ട്, അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ പാപം ചെയ്യാതിരിക്കാൻ വചനം നാം ഹൃദയത്തിൽ സൂക്ഷിക്കണം. ആ വചനങ്ങളെ നമുക്ക് തക്ക സമയത്ത് ഓർമ്മിപ്പിച്ച് തരുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുകയും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളായി മാറണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുകയും വചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിച്ചു തരികയും തിന്മയിൽ നിന്ന് നമ്മെ അകറ്റുകയും ചെയ്യും. നാം ധന്യരായി മാറുന്നത് നമ്മുടെ സൽപ്രവർത്തികൾ മൂലമാണ്. അപരനിൽ ദൈവത്തെ കണ്ടുകൊണ്ട് അവർക്ക് നന്മകൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ ലോക ജീവിതം ധന്യമായി മാറുന്നത്. നമ്മുടെ ഹൃദയത്തിലെ ദുഷ്ടതകളെ നാം അംഗീകരിക്കുകയും അവയെ തള്ളിക്കളയാനായിട്ട് അല്ലെങ്കിൽ ഉപേക്ഷിക്കാനായിട്ട് നല്ലൊരു മനസ്സ് നമ്മിലുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും നല്ല മനുഷ്യരായി മാറാൻ സാധിക്കും. നാം മാത്രമല്ല, നമ്മുടെ മക്കളെയും നല്ല മാതൃക കാണിച്ചു കൊടുത്തുകൊണ്ട് അവരെയും നല്ല വ്യക്തിത്വമുള്ളവരാക്കി മാറ്റുവാൻ നമുക്ക് കഴിയും. നാം നമ്മുടെ സർവ്വ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കുവാനും ധാരാളം പണം ചെലവ് ചെയ്ത് അവരുടെ ഭാവി ഭദ്രമാക്കാനും നാം ശ്രമിക്കാറുണ്ട്. എന്നാൽ ഇതെല്ലാം ഒരു പരിധിവരെ നമുക്ക് നല്ലതുമാണ്. എന്നാൽ അപരനിൽ ദൈവത്തെ കണ്ടുകൊണ്ട് അവർക്ക് നന്മ ചെയ്തുകൊണ്ട് ജീവിക്കണമെന്നുള്ള ഒരു സന്ദേശം നാം മക്കൾക്ക് കൊടുക്കാറില്ല. നാം അതിന് മാതൃകയാവുകയും വേണം. നല്ല പ്രവർത്തികൾ ചെയ്തുകൊണ്ട് നാം മക്കൾക്ക് മാതൃക കൊടുക്കുകയും ചെയ്യുമ്പോൾ നാം നല്ലവരാകുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ മക്കളും നല്ല രീതിയിൽ നന്മകൾ ചെയ്ത് ദൈവഹിതപ്രകാരം ജീവിക്കാനായിട്ട് അവരെ നാം പ്രാപ്തരാക്കുകയും ചെയ്യുകയാണ്. നാം ഓരോരുത്തരും നല്ല മാതൃകകളായി മാറണം. മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല
ധന്യമാകുന്നത്. ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കുവാനും അവർക്ക് വേണ്ട അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ച് അവർക്ക് നന്മകൾ ചെയ്യുവാനുമുള്ള നമ്മുടെ മനസ്സ്, അതിനായിട്ട് നാം സമയവും നമ്മുടെ കഴിവുകളും നമ്മുടെ സമ്പത്തും എല്ലാം ഉപയോഗിക്കുമ്പോഴാണ് നമ്മുടെ ഈ ജീവിതം ധന്യമാകുന്നത്. സങ്കീർത്തകൻ പറയുന്നത് പോലെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ദൈവത്തിൻ്റെ വചനങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കണം. അതോടൊപ്പം നന്മകൾ ചെയ്യുന്നതിനും ദൈവഹിതപ്രകാരം ജീവിക്കുന്നതിനും നമ്മുടെ ഹൃദയത്തിൽ വചനം നിറയ്ക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.